പ്രിയമുള്ള കുട്ടനാട് MLA-യുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയ്ക്ക് ഏകദേശം 30 ദിവസത്തോളമായി, ഒരു മാസമാകുന്നു രാമങ്കരി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഊരിക്കരി എന്ന് പറയുന്ന സ്ഥലത്ത്, അഞ്ചുമനക്കൽ എന്ന് പറയുന്ന പ്രദേശം വെള്ളം ഇങ്ങനെ കയറിക്കിടത്താൻ തുടങ്ങിയിട്ട് ചെറുതായി ജലനിരപ്പ് താഴും, വീണ്ടും പൊങ്ങും. ഏകദേശം 30 ദിവസത്തോളമായി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ആറുകളും തോടുകളും AC കനാലും നിറഞ്ഞ ചെളിയുടെയും ഭീകരമായ ഒരു സാഹചര്യമാണ് കുട്ടനാടൻ ജനതയ്ക്ക്. ഈ ദുരിതത്തിൽ അറുതി വരുത്താൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ഇന്നാളിത്രയുമായിട്ടും ഒരു ഭരണാധികാരികൾ ഈ പ്രദേശം സന്ദർശിക്കുകയോ ഇതിനൊരു തീരുമാനമുണ്ടാക്കുകയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടും കുട്ടനാട് ഒരു MLA ഉണ്ട്. ഈ നിമിഷം വരെ പ്രദേശമൊന്നും സന്ദർശിക്കാനും പറ്റിയിട്ടില്ല. നമുക്ക് 30 ദിവസത്തിനടുത്തായി വെള്ളം കയറി ഇറന്നിട്ട് ഉള്ളൊരു സാഹചര്യം ഇന്നും നിലനിൽക്കണം. ഈ സാഹചര്യത്തിന് അറുതി വരുത്തണമെങ്കിൽ കുട്ടനാട്ടിലെ AC കനാൽ തുറക്കുക തന്നെയാണ്. AC കനാൽ തുറന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തിപ്പെടുത്തി ഒരു ഗതികെട്ട ജീവിതം ജീവിക്കുന്ന ഒരു ജനത ഇന്ന് കേരളത്തിൽ കുട്ടനാട്ടിൽ മാത്രമേ കാണൂ. ഇതിനൊരു പോംവഴി കണ്ടെത്താൻ 4 തെരുവായുള്ള ഒരു സർക്കാരുകൾക്കും ഒരു ഗവൺമെൻറ്റിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ 1000 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം കുട്ടനാടിനെ വീണ്ടും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വെള്ളം കയറില്ല, ഇനി ഒരിക്കലും വെള്ളം കയറില്ലെന്നും പറഞ്ഞ് നിർമ്മിച്ച റോഡ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വെള്ളത്തിനടിയില്ല ഒട്ടുമിക്ക സ്ഥലങ്ങളും. എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് 1000 കോടി രൂപ ഉപയോഗിച്ച് ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്തുനിന്ന് കമ്മീഷൻ കൈപ്പറ്റിയതല്ലാതെ ഒന്നും നടന്നില്ല. അടിയന്തരമായി കുട്ടനാടിൻ്റെ ഈ സ്ഥിതിയെ മാറ്റിയെടുക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് ഇന്ന് കേരളം ഭരിക്കുന്ന മിസ്റ്റർ പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രിയുമൊക്കെ ഇതിന് സമാധാനം പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ രാജേഷ് മിത്രക്കരി ഫ്രം കുട്ടനാട്.